ഹേ ഗായ്സ് ഇന്ന് നമ്മളുള്ളത് കാലിക്കറ്റ് എരണിക്കലാണ്. എരണിക്കലും മിസ്റ്റർ ജാഫർ പൂമുഖത്തിൻ്റെ റിസോർട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ തേർഡ് റിസോർട്ടാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ 2 കിച്ചണും അതുപോലെ തന്നെ 2 ബെഡ്റൂമും പിന്നെ ഒരു പഴയ സോഫ നമ്മൾ റീസ്റ്റോർ ചെയ്തതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് വരുന്നത്. നമ്മൾ ഈ റിസോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാക്ക് യാർഡിൽ ഇതുപോലെ സീറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ഉണ്ട്. നമുക്ക് നല്ലൊരു ബാക്ക് വാട്ടർ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ റിസോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാർട്ടി ഹാളും ലിവിങ്ങും 2 കിച്ചണും ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ വരുന്നത്. നമുക്ക് ഒരു ചെറിയ പരിപാടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്റ്റെക്കേഷനോ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്. നമ്മളിതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു ഹാളാണ്. അപ്പം ടെമ്പററി ഇപ്പം കുറച്ച് സോഫാസും അതുപോലെ തന്നെ ഡൈനിങ് സെറ്റുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഹാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പഴയ സോഫയായിരുന്നു. ഈ സോഫ നമ്മളിതിൻ്റെ ക്ലോത്തും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് അതിൻ്റെ ആ പഴയ ഫോർമാറ്റിൽ നിന്ന് ഏറ്റവും പുതിയ സോഫ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ സോഫ റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് കാണാൻ പറ്റും. ഈ ഗ്രാൻഡ് ഫാദർ ക്ലോക്കിൽ 2-3 ടൈപ്പ് വരുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മെക്കാനിക്കലായിട്ട് വരുന്ന ബൈൻഡിങ് യൂസ് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് ഫാദർ ക്ലോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് 2+2+3+1 സോഫയാണ് ഇവിടെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് മോഡൽ സോഫയാണ്. നമുക്കിതുപോലത്തെ ഏത് മോഡൽ സോഫയും നമുക്ക് അതിൻ്റെ ക്ലോത്തോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇപ്പം ലാസ്റ്റിൽ കണ്ടിട്ടുള്ള ആ സെയിം ഹാളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ സെയിം ഹാളിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 3+1 കോമ്പിനേഷനിൽ ഒരു ടീ കൂട്ടിൽ വരുന്ന ഇന്തോനേഷ്യൻ്റെ ഒരു ബെഞ്ചും 2 ചെയേഴ്സും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 ആക്സൻ ചെയേഴ്സ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ടീക്കിൽ വരുന്ന ഒരു കയറിൻ്റെ ത്രെഡ് വർക്ക് വരുന്ന രീതിയിലുള്ള 2 ആക്സൻ ചെയേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു കിങ് സൈസ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ട്രീറ്റഡ് മഹാഗണിയിലാണ് ഈ കോട്ട് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിലാണ് വരുന്നത്. ഒരു ഹെഡ് റെസ്റ്റും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൂൾ വരുന്ന ടൈപ്പിലാണ്. അതേ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ സ്റ്റൂളായിട്ടും സെയിം ഡിസൈനാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു പിന്നെ സ്റ്റീലിൽ വരുന്ന ഒരു മിറർ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മഹാഗണി തന്നെ ചെയ്തിട്ടുള്ള ഒരു അലമാര കാണാൻ കഴിയും. 3 ഡോർ വാർഡ്രോബാണ്. അതിൽ സിംഗിൾ ഡോറ് നമ്മൾ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ സെക്കൻഡ് റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു വുഡിൽ തന്നെയാണ് ഈ കോട്ടും ചെയ്തിട്ടുള്ളത്. ഇതിനും നമ്മൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഒരു ഡിസൈൻ ഓഫ് കോട്ടാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിനും നമ്മൾ സൈഡ് ബോക്സ് സെയിം ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ഡോർ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ 2 ഡ്രോവർ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡിസൈനിനെ മാച്ച് ആവുന്ന രീതിയിൽ ഒരു സൈഡ് ഡ്രസ്സിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെയും ഈ വാർഡ്രോബിൻ്റെയും സൈഡ് ബോക്സിൻ്റെയും ഹാൻഡിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. തന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ, നമുക്ക് വളരെ ഒരു ചെറിയ സ്പേസിൽ ചെറിയൊരു കിച്ചണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മോഡുലാറിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. 1.5 mm എഡ്ജ് ബാൻഡിങ്ങിലാണ് ഈ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഒരു ലിനൻ ഫിനിഷ് വരുന്ന ഇന്നർ മൈക്കയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് നമ്മൾ ബ്ലാക്ക് കളർ ഹാൻഡിൽസ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൈറ്റ് കളർ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. നമ്മൾ ഈ റിസോർട്ടിൻ്റെ അപ്സ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 20 ചെയേഴ്സും നിയർലി 10 ടേബിൾസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് കഫ്റ്റീരിയ അങ്ങനത്തെ റിസോർട്ടുകളിൽ നമുക്ക് സ്ഥിരമായിട്ട് പോകുന്ന മോഡൽ ഓഫ് ചെയേഴ്സും ടേബിൾസും ആണ്. നിയർലി ഒരു 20 ചെയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രീം വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന രീതിയിലാണ് ഇവിടെ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചെയേഴ്സ് നമ്മൾ ബ്ലാക്ക് കളറാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മോഡലും കൂടിയാണ് ഈ ചെയർ വരുന്നത്. ഇതിൻ്റെ ഈ നമ്മളെ കാലിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടി ഹാള് വരുന്നത്. നമ്മളിതിൻ്റെ മെയിൻ കിച്ചണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 7 days കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മോഡുലറായിട്ടുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജാണ് നമുക്ക് ഇത്രയും സ്പീഡിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. യൂഷ്വൽ കാർപ്പൻട്രി വീക്സ് ഓർ മന്ത്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് മോഡുലർ കിച്ചൺ എന്ന് പറയുന്നത്. ഈ കിച്ചണിൽ നമ്മൾ ലാമിനേറ്റാണ് കൊടുത്തിട്ടുള്ളത്.
ഗ്രീൻ ലാമ്പ് അല്ലെങ്കിൽ ഗ്രീൻ്റെത് അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാൻഡുകൾ മൈക്കാണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. 1.5-2 mm എഡ്ജ് ബാൻഡിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ചോക്ലേറ്റ് കളർന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു മിൽക്കി ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഈ ലാമിനേറ്റ് വരുന്നത്. ഇതിനും നമ്മൾ ഒരു ഷട്ടേഴ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈലും ബ്ലാക്ക് കളറിലുള്ള പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ടാൻഡം ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടാൻഡം ബോക്സ് ഇവിടെ കാണാൻ കഴിയും. ഒരു 4 ഇഞ്ചിൻ്റെ 2 ടാൻഡം ബോക്സും ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ടാൻഡം ബോക്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.